എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡെൽന എസ് ജസ്റ്റ്. പേരാവൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 സയൻസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനം. നമ്മുടെ അമ്മയായ പ്രകൃതിക്കായി ഒരു ദിനം. നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ജീവവായുവും ദാഹജലവും എന്തിനേറെ അന്നത്തെ ആഹാരം പോലും പ്രദാനം ചെയ്യുന്നത് പ്രകൃതിയാണ്. ലോകത്തിന്റെ മനം പഠിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണിന് മുൻപിൽ വിസ്മയം തീർക്കുന്ന ദൃശ്യം വിരുന്നൊരുക്കുന്നവൾ, തളർന്നിരിക്കുമ്പോൾ ഇളം തെന്നലായി തലോടുന്നവൾ, കാതിൽ മധുരമുള്ള സംഗീതം നിറയ്ക്കുന്നവൾ, എല്ലാ അർത്ഥത്തിലും നമ്മുടെ അമ്മയാണ് പ്രകൃതി. പക്ഷേ പലപ്പോഴും ഈ സത്യം നാം മറന്നു പോകുന്നുണ്ട്. നമുക്ക് വേണ്ടി സർവവും നൽകിയിട്ടും നമ്മുടെ സ്വാർത്ഥത മൂലം ഓരോ ദിവസവും നാം കുത്തി മുറിവേൽപ്പിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ് പ്രകൃതിയെ. വികസനത്തിന്റെ പേരിൽ മരങ്ങളിടിച്ച് നിരത്തുമ്പോഴും പാടങ്ങളും കൊച്ചരുവികളും മണ്ണിട്ട് നിറയ്ക്കുമ്പോഴും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പമ്പര വിഡ്ഢിയായി മാറുകയല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതി നമ്മുടെ അമ്മയാണെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലരായി പങ്കുകാരാകുവാൻ നമുക്കും പരിശ്രമിക്കാം. അതോടൊപ്പം മറ്റുള്ളവരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കുവാനും നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സെന്റ് ജോസഫ്സ് ഫാമിലി ഈ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളെ ഓൺലൈനായിട്ട് NSSന്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടാടുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിശിഷ്ട അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ക്ലൂ തരാം. ഈ അടുത്തിടെ നെല്ലിയാമ്പതി വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുതിയതരം വണ്ടിന് ഈ മലയാളിയുടെ പേര് സമ്മാനിച്ചു. സാന്ദ്രകോട്ടസ് വിജയകുമാർ എന്നാണ് വണ്ടി നൽകിയ പേര്. പ്രാണികളെ കുറിച്ച് പഠിക്കുകയും അതേക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തോടുള്ള ആദരവായിട്ടാണ് പുതുതായി കണ്ടെത്തിയ വണ്ടിന് ഈ പേര് നൽകിയിരിക്കുന്നത്. യൂറിക്ക ശാസ്ത്ര കേന്ദ്രത്തിന്റെ എഡിറ്ററായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. സയൻസ് മാഗസിൻ ബുക്കായുടെ ഓൺലൈനായിട്ടുള്ള പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതോടൊപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും ആരാണ് നമ്മുടെ വിശിഷ്ട അതിഥി എന്നുള്ളത്. ഏതായാലും ഞാൻ അതിനെ നിർമ്മിപ്പിക്കുന്നില്ല. പ്രാണികളുടെയും മറ്റ് ചെറിയ ജീവികളുടെയും ഒക്കെ പാരിസ്ഥിതിക പ്രാധാന്യത്തെ പറ്റി മലയാളത്തിൽ ഒട്ടേറെ പഠനങ്ങൾ നടത്തുകയും ലേഖനങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള കണ്ണൂർ ബ്ലാത്തൂർ സ്വദേശിയായ ശ്രീ വിജയകുമാർ സാറാണ് നമ്മുടെ വിശിഷ്ട അതിഥി. ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം നൽകുന്നതിനായി ശ്രീ വിജയകുമാർ സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷ പരിപാടികളിൽ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ആദ്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1972 മുതൽ UN ഇത്തരത്തിലുള്ള സ്റ്റോക്ക്ഹോം സമ്മേളനത്തോടനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആചരണങ്ങൾ നമ്മൾ തുടങ്ങിയത്. വൺ എർത്ത് എന്ന് പറയുന്ന ഒരു ടീമോട് കൂടിയിട്ട് ആരംഭിച്ച ഒരു ക്യാമ്പയിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ 2021 നമുക്കറിയാം എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ തീം. ആവാസ വ്യവസ്ഥകളെ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ഡെക്കേഡ്, 2021 മുതൽ 30 വരെയുള്ള ഒരു 10 വർഷത്തെ ഇത്തരത്തിലുള്ള എക്കോസിസ്റ്റം റിസ്റ്റോറേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പരിപാടികളുടെ ഒരു പ്ലാനിംഗ് ആണ് നടക്കുന്നത്. നമുക്കറിയാം, ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞങ്ങ് തീർക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കോടാനുകൂടി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ജീവികൾ ഇവിടെയുണ്ട്. അതിൽ പലതരത്തിലുള്ള 10 ദശലക്ഷത്തോളം സ്പീഷീസ് ജീവികൾ ഇവിടെ ഉണ്ടാവും നമ്മൾ കണക്കാക്കപ്പെടുന്നു. അതിൽ തന്നെ 1.3 ദശലക്ഷം സ്പീഷീസൊക്കെ നമ്മൾ ഇതുവരെയായിട്ടും ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിനെ തിരിച്ചറിഞ്ഞിട്ട് പോലുമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എത്രയോ ലക്ഷം ജീവവർഗങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അവയുടെയൊക്കെ സ്വാഭാവികമായിട്ടും പരിണാമപരമായിട്ട് കുറേ ജീവവർഗങ്ങൾ നശിച്ചു പോവും. അവ പുതിയത് മ്യൂട്ടേഷൻ വഴി ഉരുത്തിരിഞ്ഞ് വരികയൊക്കെ ചെയ്യും. എങ്കിൽ കൂടി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസിൻ്റെ ഇടപെടൽ കൊണ്ട് ലോകത്ത് ഈ കഴിഞ്ഞ 100-300 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ജീവജാതികളുടെ നാശം എന്ന് പറയുന്നത് വളരെ അമ്പരപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു തിരിച്ചറിവ്, മനുഷ്യ എന്ന് പറയുന്ന ഒരു സ്പീഷീസ് മറ്റ് സ്പീഷീസുകളുടെ, പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് സ്പീഷീസുകളുടെ മുകളിൽ കയറിയിരിക്കുന്ന കൈകടത്തലുകളും അവയുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളെ ഏതൊക്കെ വിധത്തിൽ നമ്മൾ ഇടപെടുന്നു എന്നുള്ളതുമാണ് ഈ ഒരു ദിവസം നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കേണ്ടത്.
അപ്പോഴും പരിസ്ഥിതി സംരക്ഷണത്തിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴും എപ്പോഴും പറയുന്നത് ഈ ഉപദ്രവകാരിയായ മനുഷ്യരെല്ലാവരും പ്രകൃതിക്ക് വലിയ കോട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ് പൊതുവായിട്ടുള്ളൊരു ചിന്തയുള്ളത്. പക്ഷേ സത്യത്തിൽ നമ്മളെപ്പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങൾ, ആഫ്രിക്കയും ഒക്കെയുള്ള രാജ്യങ്ങൾ ഈ കഴിഞ്ഞ ഒരു 50 വർഷം കൊണ്ടാണ് ഒരു മനുഷ്യനെ പോലെ 2 കാലിൽ ഉയർന്ന് നെഞ്ചുയർത്തി നിന്നുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ച് ഒട്ടിയ വയറ് നിവർത്തുകൊണ്ട് യാത്രകൾ ചെയ്ത് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ കുറേശ്ശെ പങ്കുപറ്റിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കൊല്ലങ്ങളേ ആയിട്ടുള്ളൂ. അതുവരെ ഉണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ വളരെ ചെറിയൊരു ന്യൂനപക്ഷമായിരുന്നു നമ്മുടെ ഈ എല്ലാ ലോകത്തുണ്ടായിരുന്ന പ്രകൃതി വിഭവങ്ങളുടെ ഒക്കെ വലിയ തോതിലുള്ള ഉപഭോക്താക്കളായിട്ട് മാറിയിരുന്നത്. അവർ ചെയ്തു വെച്ചിരിക്കുന്ന കെടുതികൾ, അവരുണ്ടാക്കിയിരിക്കുന്ന കെടുതികളുടെ ദോഷം ഈ ഭൂമിയിലെ മുഴുവൻ ആൾക്കാരും അനുഭവിക്കേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തിക്കലോട് കൂടിയിട്ടാണ് നമ്മൾ വലിയ തോതിലുള്ള വ്യാവസായിക വിപ്ലവത്തിൻ്റെ ശേഷം വലിയ തോതിലുള്ള കാർബൺ എമിഷനും കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറത്തേക്ക് വിടലും, അതുപോലെ തന്നെ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് വിളിക്കുന്ന CFC വാതകങ്ങളുടെ വലിയ തോതിലുള്ള അന്തരീക്ഷത്തിലേക്കുള്ള ഉത്സർജനവും സംഭവിച്ചത്. അത്തരത്തിലുള്ള വ്യാവസായിക നഗരങ്ങൾ ഉണ്ടായിരുന്നത് മുഴുവനും കൂടുതലായിട്ടും വാഹനങ്ങളിലൂടെയും ഒക്കെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരുന്നത് വളരെ കുറച്ച് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായിരുന്നു. പക്ഷേ പൊതുവായിട്ട് ലോകത്ത് മുഴുവൻ സംസാരിക്കുമ്പോഴും എല്ലാ മനുഷ്യരെയും കുറ്റവാളികളെ പോലെ സംസാരിക്കുമ്പോഴും മനുഷ്യരായിട്ട് ജീവിച്ചു തുടങ്ങുന്ന ഒരു മൂന്നാം ലോകത്തെ മനുഷ്യരും ആ കൂട്ടത്തിൽ വിടുന്നുണ്ട്. നമ്മളും നമ്മുടേതായ പങ്കിൽ ചെറിയ തോതിലായെങ്കിലും ഈ പാരിസ്ഥിതിക നാശത്തിന് നമ്മുടെ റോളും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും ലോകത്ത് പൊതുവായിട്ട് ചെയ്തിരിക്കുന്ന വലിയ ക്രൂരതകളുടെ ഒരു പങ്കുപറ്റുന്ന, അതിൻ്റെ ദോഷം കൂടുതലായി അനുഭവിക്കേണ്ടി വന്ന ആൾക്കാരാണ് നമ്മൾ. ഈ ഒരു ഘട്ടത്തിൽ പാരിസ്ഥിതികമായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളാലാവും വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോഴും വലിയ മൃഗങ്ങളും വലിയ സസ്യങ്ങളും മരങ്ങളും ഒക്കെയാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും ആദ്യം വരിക. അവയുടെ സംരക്ഷണം, അവയുടെ നാശനം ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുക. പക്ഷേ എന്നെപ്പോലെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചെറിയ ജീവികളും ഇൻസെക്റ്റുകളും ഒക്കെ കൂടിയ ഒരു വേറൊരു ലോകം എന്ന് കരുതുന്ന ഒരാളാണ്. ലോകത്തുള്ള ഇൻസെക്റ്റുകളുടെ അല്ലെങ്കിൽ ആർത്രോപോഡുകൾ എന്ന് വിളിക്കുന്ന ഷഡ്പദങ്ങളുടെ ഒരു വിഭാഗമുണ്ട്. അവയുടെ എണ്ണം, നമ്മൾ മൊത്തം ഉള്ള ജീവജാതികളുടെ എണ്ണത്തിൻ്റെ 80% അവരാണ് പെടുക. ഏറ്റവും കൂടുതൽ അവരുണ്ട്. അവയെ പറ്റിയിട്ടുള്ള പഠനങ്ങളും അവയെ പറ്റിയിട്ടുള്ള അവയുടെ സ്വഭാവ വിശേഷങ്ങളും അവ നമ്മുടെ മറ്റ് ജീവജാതികളുമായിട്ടുള്ള അവയുടെ ഇടപെടലുകൾ നൽകുന്ന ഗുണവും ഒക്കെ നമ്മൾ അധികമൊന്നും പഠിച്ചിട്ടില്ല. അവയെ പറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കറിയുള്ളൂ. അപ്പോഴേ ഞാൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ജീവികളെ കൂടുതലായിട്ട് അറിയാൻ, നമ്മൾ ചുറ്റുമുള്ള വലിയ ആനയും കടുവയും കാട്ടുപോത്തും മാത്രമൊന്നുമല്ല, നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞു പ്രാണികളും ചെറിയ വണ്ടുകളും തേനീച്ചകളും കടന്നലുകളും ഒക്കെ ഉൾപ്പെടുന്ന, നിശാശലഭങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വേറൊരു ലോകമുണ്ട്. അതിൻ്റെ പോലെ തന്നെ വളരെ ചെറിയ സസ്യങ്ങളൊക്കെ ആയിട്ടുള്ള പന്നലുകളും അതുപോലെയുള്ള കുഞ്ഞു സസ്യങ്ങളും അതിൻ്റെ താഴെ വളരെ ചെറിയ സൂക്ഷ്മ ജീവികളും ഒക്കെയുള്ള ഒരു വലിയ ഒരു ലോകം നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ വലിയ മരങ്ങൾ മുറിക്കുമ്പോൾ മാത്രമല്ല, ഒരു പിടി മണ്ണ് പോലും 100 കണക്കിന് ജീവികളുടെ ഒരു ആവാസ ശൃംഖലയുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ അതിൽ പോലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തയൊക്കെ ആയിരിക്കണം ഈ ദിവസം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിപ്പോഴും തന്നെ ഉണ്ടായിരിക്കുന്ന കൊടുങ്കാറ്റുകളും അതേപോലെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന കാട്ടുതീയും അതേപോലെ ഉഷ്ണവും ചൂടും ഒക്കെ വരൾച്ചയും ഒക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അവ സ്വാഭാവികമായിട്ട് നടക്കുന്ന ചില പ്രക്രിയകളും കൊടുങ്കാറ്റുകളും അല്ലാതെ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഉണ്ടായിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ സങ്കീർണമാവുകയും നമ്മുടെ ജീവിതം വളരെ കൂടുതൽ വിഷമകരമാവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചിരിക്കുന്ന പാഠം.
അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ തടുക്കാനും കുറേ കൂടി കൊല്ലത്തിനുള്ളിൽ നമ്മുടെ ഭൂമിയിലെ ജലനിരപ്പൊക്കെ ഉയർന്ന് കടലിൻ്റെ നിരപ്പൊക്കെ ഉയർന്ന് പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിൽ പോകാനുള്ള വലിയൊരു അപകടമുണ്ട്. അതുപോലെ തന്നെ വരൾച്ചയും വെള്ളപ്പൊക്കവും മൂലം പല ജീവജാതികളുടെയും നാശനമുണ്ടാവും. നമ്മൾ കരുതുന്ന പോലെ അത്ര സുഖകരമായിട്ടുള്ള ഒരു ഭാവിയല്ല നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയെ പഴയ പോലെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവവർഗവും ഈ പ്രകൃതിയുടെ ഭാഗമായിട്ട് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രകൃതിയിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ ആർത്തികളെ സംതൃപ്തിപ്പെടുത്താൻ അല്ലാത്ത പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു ജീവിതത്തിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ലോകത്തിൻ്റെ ഉണ്ടാകുന്ന ഈ കാർബൺ എമിഷൻ കുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അത്തരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോഴും തന്നെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായത്ര ഹരിത കഞ്ചുകം നമുക്ക് പണിയാൻ പറ്റണം. ഇത്തരത്തിലുള്ള നമ്മുടെ മാലിന്യം പരിസ്ഥിതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാലിന്യങ്ങൾ കൂടുതൽ മലിനമാക്കുന്നതിന് തടയാനുള്ള ശ്രമങ്ങൾ നടത്തണം. അക്കാര്യത്തിൽ കുട്ടികളും സാധാരണക്കാരായ മനുഷ്യരും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നന്ദി. പരിസ്ഥിതി ദിനത്തിന്റെ വിലയേറിയ സന്ദേശങ്ങൾ നൽകിയ ശ്രീ വിജയകുമാർ സാറിന് നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ NSSന്റെ ചുണക്കുട്ടികളായ അഭിരാം ദിനേശ്, എലിസബത്ത് ടി മാണി, അമല അബ്രഹാം, അനൂപെനി, സോന തോമസ്, അനിറ്റ ജോ എന്നിവരെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാൻസസിന് വന്ദനം. നാം ചിന്തിക്കാൻ മറന്ന അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം. അതിനാൽ തന്നെ ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ഈ വിഷയത്തിന്റെ പ്രശസ്തി ഏറെ വലുതാണ്. പ്രശസ്ത കവി ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചർമ്മഗീതം എന്ന കവിയിലെ 2 വരികൾ ഞാനിവിടെ ഓർക്കുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. അതെ, ഭൂമി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വേഗത്തിൽ മനുഷ്യരും. ആധുനിക മനുഷ്യന്റെ ലോകം റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മണൽ മാഫിയകൾ ജലാശയം കൊള്ളയടിക്കുന്നതും വയലുകൾ ഇടിച്ചു നികത്തുന്നതും ഇന്ന് പുതുമയുള്ള കാര്യമല്ല. നമുക്ക് വേണ്ടത് സ്ഥിരമായ പാരിസ്ഥിതിക ബോധമാണ്. ഒരു തൈ നശിപ്പിക്കുമ്പോൾ 10 തൈ നടാനുള്ള ബോധം. പുതിയൊരു പരിസ്ഥിതി ദിനം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം. കൂടുതൽ മാറ്റങ്ങളോടെ പ്രകൃതിക്ക് വേണ്ടിയുള്ളതാവട്ടെ പരിസ്ഥിതി ദിനം. നന്ദി, നമസ്കാരം, ജയ്. ഹായ് ഓൾ, മനസ്സ് നന്നാവട്ടെ. ഞാൻ എലിസബത്ത് ടി മാണി, +1 സയൻസ്. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അനേകം കോടി ആളുകളുടെയും അതിലേറെ ജീവജാലങ്ങളുടെയും ഒരേ ഒരു ആശ്രയമായ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ദിവസം. പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ദിവസം. വരും തലമുറയ്ക്ക് അവബോധം നൽകാനും ഇന്നത്തെ തലമുറയെ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളിക്കാനുമുള്ള ദിവസം. എന്നാൽ ഇവയൊക്കെ കേവലം ഒരു ദിനാചരണത്തിൽ മാത്രം ഒതുക്കിയാൽ മതിയോ? ഭൂമിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമുള്ള ചിന്ത ഒരു ദിവസം മാത്രം ഒതുക്കേണ്ടതല്ല. ഈ ചിന്തകളും പ്രവർത്തനങ്ങളും വർഷം മുഴുവൻ തുടരേണ്ടതാണ്. നമ്മൾക്ക് സൗജന്യമായി ലഭിച്ച ഭൂമിയുടെ വരദാനങ്ങളായ ശുദ്ധജലം, ശുദ്ധവായു, ആവാസ വ്യവസ്ഥകൾ ഇവയൊക്കെ സംരക്ഷിക്കാനും അവയെ അടുത്ത തലമുറയ്ക്ക് കൈമാറാനും നാം ബാധ്യസ്ഥരാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. 1974 ആദ്യത്തെ പരിസ്ഥിതി ദിനാചരണം നടന്നത്. അതിൻ്റെ തീം ഓൺലി വൺ എർത്ത് എന്നായിരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കറിയുന്ന പരിമിതമായ അറിവിൽ നിന്ന് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ആ ദിനാചരണം. തുടർന്ന് 1987 മുതൽ ഓരോ രാജ്യങ്ങളും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിൽ ആതിഥേയം വഹിക്കുന്ന രീതി നിലവിൽ വന്നു. 2021 ആതിഥേയം നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ തീം ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്നാണ്. മലിനീകരണത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും ജനസംഖ്യാഭ്രമത്തിൻ്റെയും ഭാഗമായി തകിടം മറിഞ്ഞു കിടക്കുന്ന നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ തിരികെ പിടിക്കാൻ കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പരിമിതികളുണ്ട്. എന്നാലും ഈ സാഹചര്യത്തിൽ കൂട്ടായ പ്രവർത്തനങ്ങൾ നാം അതിൽ ഭാഗഭാഗത്വം നൽകേണ്ടതുണ്ട്. നമ്മളുടെ ചുറ്റുപാടുകളെങ്കിലും നമുക്ക് സംരക്ഷിക്കാം. പരിസ്ഥിതി സാഹചര്യങ്ങൾ അനുകൂലമായ കൂട്ടായ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുകൊള്ളാം. ഈ വർഷം ജൂൺ 5 മുതൽ അടുത്ത വർഷം ജൂൺ 5 വരെ പരിസ്ഥിതി ദിനമായി നമുക്ക് ആചരിക്കാം. ഒരിക്കൽ കൂടി പരിസ്ഥിതി ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാം വസിക്കുന്ന ഭൂമിയും നാം കുടിക്കുന്ന ജലവും നമുക്ക് സംരക്ഷിക്കാം. സേവ് വാട്ടർ, സേവ് എർത്ത്.
Earth provides enough to satisfy every man's need, but not every man's greed. Famous quote by Mahatma Gandhi. Hi all, I am Amala Abraham representing Group Unique. I am here to say a few words about World Environment Day. World Environment Day is celebrated every year on June 5 globally. It is a day on which we spread awareness about the environment and the need to conserve it. Moreover, it is essential to advocate for a greener environment and conservation of nature. When we conserve the environment today, the future generations will be able to lead a healthier life. World Environment Day is the perfect opportunity to make people aware of the issue we are facing and how one can contribute to saving it. World Environment Day reminds us to strengthen the world and ensure that nature is preserved at all costs. Thus, this day serves as an eye opener for many citizens who are not aware of all this. It also encourages the public from different societies and communities to take active participation in celebrating the day. Further, it also urges them to become active agents in developing environmental safety methods. Not just that, it also encourages everyone to keep their nearby surrounding safe and clean so that everyone can have a cleaner, greener, and more prosperous future. On the occasion of World Environment Day, it is essential for all to realize that every little deed matters when it comes to saving the environment, no matter how small a step you are taking to lead a greener lifestyle. It does make a difference because if everyone starts doing little deeds one by one, it will turn into something big. As the saying goes, every drop make an ocean. It is true in this case as well. Thus, we have the World Environment Day, which serves as a reminder to protect the environment at all cost. All the resources of nature we must conserve. To sum it up, always remember that gifts and blessings which nature endows thus are priceless. It is a rather essential to conserve them all for a better future and life for all. Always remember that small step will help you reach your goal. Thank you and have a marvelous day. മനസ്സിലാകട്ടെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അഭിരാം ദിനേശ്, +1 സയൻസിലെ വിദ്യാർത്ഥിയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ വർഷവും ജൂൺ 5-നാണ് നാം ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വരുത്തുന്നതിനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് ഈ ദിനാചരണം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി 1974 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങളടങ്ങിയ നമ്മുടെ ഈ പരിസ്ഥിതിയിൽ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ മനുഷ്യൻ തന്റെ ഭൗതിക ആവശ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു. അതിന്റെ ഫലമായാണ് ജലമലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ചെറുതും വലുതുമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയും പരമാവധി നിലനിർത്തുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിനായി പാരിസ്ഥിതികമായ കാഴ്ചപ്പാട് മനുഷ്യന്റെ വികസന നയരൂപീകരണത്തിൽ കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. മാത്രമല്ല, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, വായു, ജല, മണ്ണ് എല്ലാം മലിനപ്പെടുത്തുന്നതും തുടങ്ങിയ കാര്യങ്ങളും നാം ശ്രദ്ധിച്ചേ മതിയാകൂ. ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കുമായി വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്.
നന്നാവട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധനം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. 2021 പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം പാരിസ്ഥിതിക വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നതാണ്. ഭൂമി നമുക്ക് അമ്മയാണ്. ശ്വസിക്കാൻ പ്രാണവായുവും കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും നൽകുന്ന അമ്മ. അത് ഇപ്പോൾ ജീവിക്കുന്ന നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്കും അവകാശപ്പെട്ടതാണ്. അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനാൽ വരും തലമുറയ്ക്ക് വേണ്ടി ഓരോ വൃക്ഷത്തൈകൾ എങ്കിലും നടണം. മനുഷ്യൻ്റെ കടന്നുകയറ്റം കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും താറുമാറായിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥകളെയും ഓർമ്മിക്കാനായി നമുക്ക് കിട്ടിയ അവസരമാണ് ഇത്. ഓർത്ത് ഇനിയെങ്കിലും മാനവർ പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കട്ടെ. പരിസ്ഥിതി ദിനമായ ജൂൺ 5 സാധാരണ ദിവസമായി കടന്നു പോവാതെ ഒരു വൃക്ഷത്തൈയെങ്കിലും നട്ട് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന പ്രതിജ്ഞയെടുക്കാം. നന്ദി, നമസ്കാരം. പരിസ്ഥിതി ദിനത്തിന്റെ അടിപൊളി സന്ദേശം നൽകി NSSന് ശക്തരായ പ്രവർത്തകരാണെന്ന് തെളിയിച്ച അഭിരാം ദിനേശ്, എലിസബത്ത് ടീമാണി, അമല അബ്രഹാം, സോന തോമസ്, അതുപോലെ അനിറ്റ ജോൺ, അനു ബെന്നി എന്നിവർക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്.